വെള്ളമില്ലാത്തൊന്നും ഉണ്ടായതാണ്. അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുടിക്കാൻ വെള്ളം, നല്ലൊരു വെള്ളം കുടിക്കാൻ കിട്ടിയിട്ടില്ല, നല്ലൊരു ഭക്ഷണം ശരിക്കും കിട്ടിയിട്ടില്ല, നല്ലൊരു ഡ്രസ്സ് കിട്ടിയില്ല. അവിടെ പോയി കുറച്ച് എല്ലാവരായിട്ടും പരിചയപ്പെട്ടതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്ന് പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഇന്ന് പോകുന്ന ആൾക്കാർക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാം. കാരണം എന്താ വെച്ചാൽ അക്കോമഡേഷൻ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാൻ ആളുണ്ടായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് വെള്ളം വരെ തരാൻ ആളുണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ അക്ബറിന് കപ്പലിനാണ് 6 ദിവസം കപ്പലിലിരുന്നിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ 6 ദിവസം കപ്പലിലിരുന്നിട്ട് അത്രയും പോയി അടങ്ങറായിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ പ്ലെയിനൊക്കെയല്ലേ പോകുന്നത്. ഞങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളെ മറയിട്ട് 1 മാസം 2 മാസം ഞങ്ങൾ അറിയുന്നത്. കാരണം ഒരു ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മാസം പിടിക്കും. ഞാൻ ആദ്യം ജോലി ചെയ്യുന്നോടത്ത് വിട്ടിട്ട് കുറച്ച് വേറെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ 3-4 മാസം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്താ വെച്ചാൽ പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. ഇങ്ങനെ ഭക്ഷണത്തിന് വരെ ക്യാഷിലായിട്ട് നമ്മൾ പട്ടിണി വരെ കിടന്നിട്ടുണ്ട്. വെള്ളം കുടിച്ചിട്ടൊക്കെ 3 ദിവസം പോയിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാലേ ഇവിടുന്ന് തിരൂരിൽ നിന്ന് കയറി ട്രെയിൻ കയറി ബോംബെ നൈഗാമിന്ന് ലാഞ്ചിന് പോയി 15 ദിവസം. കോർപ്പക്കടപ്പത്ത് ഇറങ്ങി രാത്രി 12 മണിക്ക്. അന്നേരം പിന്നെ ഈ ഈത്തപ്പനക്കുട്ടിലെ വെള്ളം മുക്കി കുടിച്ച് അതാണല്ലോ ആകെ ഉള്ളത്. അപ്പോൾ ബോംബെന്ന് വാങ്ങിച്ച കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അതും തിന്ന് അങ്ങനെ നേരം വിളിച്ചായി ആ കാട്ടിൽ മറ്റേ ഈത്തപ്പന തോട്ടത്തിൽ. എന്നിട്ട് നേരം വിളിച്ചാകുമ്പോൾ എങ്ങനെയും ബജാറെത്തണമല്ലോ. അപ്പോൾ മീനിൻ്റെ ലോറി പോകുന്നുണ്ട് ബജാറിലേക്ക്, അതിൽ കയറി അങ്ങനെ ബജാറിൽ കൊണ്ട് ഇറക്കി തന്ന് കോർപ്പക്കാൻ ബജാറിൽ. അവിടെ ഇറങ്ങി അവിടെ നിന്നാണ് പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് പിന്നെ ചായയും ഈ അറബികളെ വീട്ടിൽ നിന്ന് ഒക്കെ കൊണ്ടു തന്നത്. തുന്നപ്പണി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെരുന്നാൾ സീസണിൽ മാത്രമേ തുന്നപ്പണി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷിപ്പ് യാർഡിലേക്ക് പോയി. കപ്പലിൽ ആളെടുക്കുന്നുണ്ട് പണിക്ക്, എന്ത് പണി ചെയ്യാം. അൺലോഡിങ് അല്ലേ? ലോഡിങ് അൺലോഡിങ്ങും ഓയിൽ ടാങ്കിൽ ഇറങ്ങിയിട്ടുള്ള പണി, ക്ലീൻ ചെയ്യലും ഒക്കെ ഉണ്ട്. ആടുജീവിതത്തിലെ നജീബിൻ്റെ ആ ഒരു സ്റ്റോറി, ആ ഒരു കഥ ഇനിയുള്ള ആൾക്കാർക്ക് ആർക്ക് വരയ്ക്കണം. നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കഷ്ടപ്പാട് അതിജീവിച്ചു. ഇന്നുള്ള ആ വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു യോഗം വരാതിരിക്കണം. നജീബിൻ്റെ ജീവിതം അങ്ങനെ ആയി. ഏതായാലും ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ നീങ്ങട്ടെ. ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരായുഷ്കാലത്തിൻ്റെ നല്ല കാലം മുഴുവൻ മണലാരണ്യങ്ങളിൽ അധ്വാനിച്ചവരാണ്. ഇവിടുത്തെ കഷ്ടപ്പാടും പട്ടിണിയും മാറ്റാൻ കടൽ കടന്നുപോയി ദുരിതം അനുഭവിച്ചവരാണ്. ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് മടങ്ങിയെത്തിയവരാണ് കുമാരനേട്ടനും കരീംക്കയും. ഇനിയും ഒരു നജീബുമാരും ഉണ്ടാകരുതെന്ന് തന്നെയാണ് ഈ പ്രവാസികൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.